ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുട്ബോളിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ കിറ്റിൽ തന്നെ ഒരു CC അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്യാപ് കട്ട് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വളരെ സിമ്പിളാണ് ക്യാപ് കട്ട് യൂസ് ചെയ്തിട്ട് CC ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അതിൻ്റെ ജസ്റ്റ് ഒരു പ്രിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഈ ഒരു പ്രിവ്യൂവിൽ കാണുന്നത് പോലെ നല്ല ഹൈ ക്വാളിറ്റി CC ആണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക. ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും ഒരു VPN നിങ്ങൾ എന്തായാലും കണക്ട് ചെയ്തിരിക്കണം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു VPN കൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുക. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് സെക്യൂർ VPN ആണ്. നിങ്ങൾക്ക് വേറെ VPNs യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സോ ഞാൻ ഇപ്പോൾ ഇവിടെ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. സോ നിങ്ങൾ വീഡിയോസിലേക്ക് വന്ന ശേഷം നിങ്ങൾ ഏതൊരു വീഡിയോ ആണോ CC കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഞാനിപ്പോൾ ഒന്ന് ക്രിസ്ത്യാനോയുടെ ഒരു ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ക്രിസ്ത്യാനോയുടെ ഒരു ക്ലിപ്പ് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ താഴെ ഇതേപോലെ സ്ക്രോൾ ചെയ്താൽ അഡ്ജസ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് നിങ്ങളിത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് നിങ്ങൾ ചെയ്യുക. അതായത് ചില ക്ലിപ്പിലൊക്കെ ഓൾറെഡി ബ്രൈറ്റ്നസ്സും സാച്ചുറേഷനൊക്കെ അത്യാവശ്യം ഉണ്ടാവും. സോ അതിനനുസരിച്ച് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു മീഡിയം ലെവലിലാണ് ഇത് ചെയ്യുന്നത്. സോ ഈ ഒരു വാല്യൂ നിങ്ങൾ ഫോളോ ചെയ്യണം നിർബന്ധമില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ ഒരു ബ്രൈറ്റ്നസ് ഒന്നൊരു -5 സെറ്റ് ചെയ്യാണ്. ചെറിയൊരു ബ്രൈറ്റ്നസ് മാത്രമേ കൊടുക്കുന്നില്ല, അതായത് ഒരു മൈനസാണ് കൊടുക്കുന്നത്. സോ ഞാനിപ്പോൾ വന്ന് ബ്രൈറ്റ്നസ് -5 ആക്കി. അതുപോലെ കോൺട്രാസ്റ്റിലേക്ക് വന്നാൽ കോൺട്രാസ്റ്റ് ഒരു 20 കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അടുത്തതൊന്ന് സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷൻ വന്ന് നമ്മൾ കുറച്ച് കൊടുക്കുകയാണ്. ഒരു -10 കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തത് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഷാർപ്പനിലേക്ക് വരാം. ഷാർപ്പൻ വന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 30 കറക്റ്റായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുക. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഹൈലൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 10 ഇതേപോലെ കറക്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷാഡോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടെമ്പറേച്ചർ വന്ന് നമ്മളൊരു 20 സെറ്റ് ചെയ്യുക. അതുപോലെ ഹ്യൂവും വന്ന് നമ്മളൊരു 20 സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇത് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ സൈഡിലേക്ക്, അതായത് ആ ഒരു ക്ലിപ്പ് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ് ഓപ്ഷൻ സെറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് ഇതേപോലെ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ താഴെയായിട്ട് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ നമ്മളതിന് ചെറിയൊരു ഫ്ലിക്കർ എഫക്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ വീഡിയോ എഫക്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഇപ്പോൾ എഫക്ട്സ് ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സോ കുറേ അധികം ബ്ലാക്ക് ഫ്ലിക്കേഴ്സിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ 1 ക്ലിക്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫ്ലാഷ് 2 എന്നുള്ള ഒരു എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേറെ അധികം ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഓൾറെഡി ക്യാപ് കട്ട് യൂസ് ചെയ്യുന്നവർക്ക് കുറേ അധികം എഫക്ട്സ് ഒക്കെ അറിയായിരിക്കും. ഓൾറെഡി കുറേ വീഡിയോസ് ഞാൻ തന്നെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ നമ്മളിവിടെ ക്യാൻസൽ കൊടുത്തിട്ട് ഇവിടെ ടിക്ക് ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഫ്ലിക്കർ എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇതേപോലെ വന്നിട്ട് വീഡിയോയുടെ ഫുള്ളായിട്ട് ഇതേപോലെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ചെറിയൊരു ഫ്ലിക്കർ എഫക്റ്റ് നമ്മളെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ബാക്ക് വരിക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലിക്കർ എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ഓവർലേ കൂടെ ആഡ് ചെയ്യണം. അതിനുകൊണ്ട് നമ്മളിവിടെ താഴെയായിട്ട് ഓവർലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, ആഡ് ഓവർലേ ക്ലിക്ക് ചെയ്യുക. ദെൻ ഞാൻ ഫോട്ടോസിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു 2 ഓവർലേ ഒന്ന് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. ലിങ്ക് വന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ ആദ്യത്തെ ഒരു ഓവർലേ പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ വീഡിയോ ഒരു എൻഡ് വരെ, അതായത് എത്ര വരെയാണ് നമ്മൾ വീഡിയോ ഉള്ളത് അതുവരെ എന്ത് ചെയ്യുക, ഒരു ഓവറിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുക. അതായത് ആ ഒരു സ്ക്രീനിൽ ഫില്ലാക്കി കൊടുക്കുക. ദെൻ നമ്മളിവിടെ താഴെയായിട്ട് സ്പ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ ഓവർലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി വന്നൊരു 60 to 50, അതായത് 50 മുതൽ 60% വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. സോ ഇതാ ഈ ഒരു രീതിക്കുള്ളൊരു കളറിങ് നമുക്ക് വന്നിട്ടുണ്ടാവും. അടുത്തത് എഗെയിൻ ഓവർലേയിലേക്ക് വരാം. സോ ഇവിടെ ഞാൻ ഒരു ഗോൾഡും കൊടുക്കുക, ഒരു റെഡും കൊടുക്കുക. നിങ്ങൾക്ക് ചൂസ് ചെയ്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. സോ ഞാൻ ഇപ്പോൾ റെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ഇതും നമ്മളെ വീഡിയോ എൻഡ് വരെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ എന്ത് ചെയ്യുക, 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് സ്പ്ലൈസിൽ വന്നിട്ട് ഇതും വന്ന് നമ്മൾ ഓവർലേ ആക്കി കൊടുക്കുക. ദെൻ ഇതിൻ്റെ വാല്യൂ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 60% കറക്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ പ്ലേ ചെയ്താൽ നമ്മൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു കിടിലൻ കളർ ഗ്രേഡിങ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഫുട്ബോൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിടിലൻ ഒരു CC ആണ്. ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു CC ആണ്. സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
സോ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.